ശരണ്യ തുടരുക. ഈ പരാതി വിദ്യാർത്ഥികളുടെ ചടയമംഗലത്തെ മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അധികൃതർ നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. ലാൻഡ് ഫോൺ നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത്. സാർ സംസാരിക്കുന്ന ആരാണെന്ന് പറയാമോ? സാർ, എൻ്റെ പേര് പ്രജി. സാർ, അവിടുത്തെ ഏത് പോസ്റ്റിലുള്ള ആളാണ്? ഞാൻ സെന്റർ സൂപ്രണ്ടാണ്. ഓക്കെ സാർ, ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നു? ഇല്ല, പരാതി ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതിനകത്ത് നീറ്റ് പരീക്ഷയ്ക്ക് NTA വിവിധ ഏജൻസികളെ ഇത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ അന്നേരത്തെ രാവിലത്തെ ദിവസം ഈ ഫ്രിസ്കിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ ബയോമെട്രിക് സെൻസേഷൻ ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും വെളിയിൽ നിന്നുള്ള സർവീസസ് ലൈക്ക് ക്യാമറ പോലും വെളിയിൽ നിന്നുള്ള ഇതാണ്. അതിനകത്ത് 4 പെൺകുട്ടികളും 4 ആൺകുട്ടികളൂടെ വരുന്നു. അവരാണ് ഇതിന്റെ ഏജന്റ് അല്ലെങ്കിൽ ഫ്രിസ്കിങ്ങിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവർക്ക് നമ്മളൊരു റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ റൂമിനകത്ത് വെച്ചിട്ടാണ് അതൊരു ക്ലോസ്ഡ് എൻവയോൺമെന്റ് ഇൻക്ലൂഡിംഗ് കർട്ടൻസ് വരെ അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് അവർ ചെയ്യുക. അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് അത് സെൻസിറ്റീവ് ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് പോകാറില്ല. അവർക്ക് അതിന്റെ നിയമാവലികളുണ്ട്. യാതൊരു ചുമതല ഉണ്ടായിരുന്നില്ല ഈ കുട്ടികളെ പരിശോധിക്കുന്ന കാര്യത്തിലോ കടത്തിവിടുന്ന കാര്യത്തിലോ ഒന്നും? ഒരു കാരണവശാൽ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കോളേജിന് ഫ്രിസ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ഫ്രിസ്കിംഗ് ആൻഡ് ബയോമെട്രിക് എന്ന് പറഞ്ഞ സംവിധാനം ചെയ്തിരിക്കുന്നത് 2 ഏജൻസികളാണ്, നമ്മളല്ല. ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് എന്താ പറഞ്ഞ ഈ കോളേജിലെ തന്നെ അധ്യാപകരാണ്. അത് വെച്ചാൽ അവരുടെ വെരിഫിക്കേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്, അതായത് അത് ചെയ്യുമ്പോൾ പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ അവരുടെ ID പ്രൂഫും അതിനെ വെരിഫൈ ചെയ്യും. അത് മാത്രം ചെയ്തിരിക്കുന്ന എന്റെ എന്താ പറയുക നമ്മുടെ കോളേജിലെ തന്നെ സ്റ്റാഫുകളാണ്. അതിനുശേഷം ഈ ID കാർഡും ഈ ID പ്രൂഫും അടക്കം വെരിഫൈ ചെയ്ത ശേഷം ഈ കുട്ടികളെ അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ സാർ, അതൊക്കെ ശ്രദ്ധിച്ചു. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആണ്. ദെൻ ഇറ്റ് ഈസ് ദേ ആർ ഗോയിങ് ടു ദ ബയോമെട്രിക്. ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു തമ്പും ഇംപ്രഷനും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഫോട്ടോ എടുക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഫ്രിസ്കിംഗ് എന്ന് പറഞ്ഞ പേര്. ഈ 3 പ്രൊസീജിയർ കഴിഞ്ഞാലാണ് ഒരു കുട്ടിയെ നമ്മുടെ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുക. അത് NTA പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ്, ഞങ്ങളല്ല. ഈ നിങ്ങളുടെ ശ്രദ്ധയിൽ അടിവസ്ത്രമൊക്കെ ഊരി ഈ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നതൊന്നും നിങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽ വന്നില്ല എന്നുള്ളതാണോ? ഇല്ല സാർ, അവർക്കൊരു നമ്മൾ അങ്ങോട്ട് പോകണ്ട. പ്രത്യേകിച്ച് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ അത് നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യങ്ങളില്ല. കാരണം അവർക്ക് വേണ്ടിയിട്ട് അവരെ ഡെപ്യൂട്ട് ചെയ്തിട്ട് അവർക്കൊരു ഏജൻസി തന്നെ ഇത് തന്നെ കൊടുത്തിരിക്കുക. ഒരു റൂം, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൂം തന്നെ കൊടുത്തിരിക്കുകയാണ്. അതായത് നീറ്റ് പരീക്ഷ നടക്കുന്ന മേഖലയിലേക്ക് നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല? അല്ല, ടെസ്റ്റിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ല സാർ. ഞങ്ങൾ പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. നമ്മൾ അങ്ങനെ ഒരു ഇതില്ല. ഒരു ഏജൻസിയാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് അതിനകത്ത് അതൊരു സെൻസിറ്റീവൈസ്ഡ് പാർട്ടായെന്നും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആൺകുട്ടികളെ പോലും നമ്മൾ മറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൺകുട്ടികളെ പോലും നമ്മൾ മറച്ചിട്ടാണ് അവിടെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സംവിധാനം അത് ഇവരാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സംവിധാനമാണ്. ആ രീതിയിൽ കൂടാണ് അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിലാണ് ചെയ്തത്. അവിടുന്ന് വരുന്ന കുട്ടികളെ ഇത് ഡയറക്ട് ചെയ്ത് നമ്മൾ റൂമിലേക്ക് കടത്തി വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അതൊരു ഏജൻസിയാണ്, ഞങ്ങളല്ല. കോളേജിന്റെ ഭാഗത്തു നിന്നേ അല്ല. അതൊരു ഏജൻസിയാണ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരുവിധ റോൾസും ഇല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതല്ല, അവരാണ് ചെയ്യുന്നത്. NTA ആണ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക യഥാർത്ഥത്തിൽ. ആ രീതിയിലുള്ളതാണ് ഈ സംഭവം. എന്താ പറഞ്ഞാൽ ആ റൂമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരാൾ പോലും അതിനകത്ത് ഇൻവോൾവ് അല്ല. ഞാൻ ഉറപ്പ് തരാം, 100% അതിനകത്ത് ഉറപ്പ് തരാം. അതിനകത്തൊരു ഫ്രിസ്കിംഗ് ഏജൻസിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ശരി, ഏതായാലും ആ വിശദീകരണം അങ്ങനെയാണ്. കോളേജിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ആ വിഷയത്തിലില്ല. ശ്രീ പ്രജിയാണ് അദ്ദേഹം, സെൻട്രൽ സൂപ്രണ്ട് മാർത്തോമ കോളേജിൻ്റെ, അദ്ദേഹമാണ് പറഞ്ഞത്. ഏതായാലും ശരണ്യ, ഈ പരീക്ഷ നടത്തിയ ഏജൻസികൾ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവർ നീറ്റ് അത്തരത്തിൽ ആ സംവിധാനത്തിൻ്റെ ഭാഗമായി വരുന്ന ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യമാണ് എന്നാണ്. കോളേജിന് എന്തായാലും അക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ആരു ചെയ്താലും ഏത് തരത്തിൽ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ആര് ഈ സംവിധാനം ചെയ്താലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായും പരാതി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, പ്രാകൃതമാണ്. പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ നിഷേധിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. സ്വാഭാവികമായും പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുമെന്നും നടപടി ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം.